ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി ഡോക്ടർ എം.ജി. സുരേഷ് കുമാറിലേക്ക് പോകുന്നു. ഡോക്ടർ എം.ജി. സുരേഷ് കുമാർ, ഇപ്പോൾ പ്രതിസന്ധിയുണ്ട്, കനത്ത ചൂടുമാണ്, സമാനതകളില്ലാത്ത ചൂടിൻ്റെ സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ച ദിവസം കൂടിയാണിന്ന്. എങ്ങനെയൊക്കെയാണ് കരുതൽ വേണ്ടത്? അതോടൊപ്പം പൊതു ഇടങ്ങളിൽ തണലൊരുക്കാനുള്ള സംവിധാനം വേണമെന്ന് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്ന്. അങ്ങനെ പുറത്തൊരു തണൽ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ വീടിനകത്തുള്ള ചൂടും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. വീടിനകത്ത് ഇരിക്കാൻ പറയുന്ന സമയത്ത് വീട്ടിലിരിക്കാൻ പറ്റാത്ത സാഹചര്യം, അതിനെ എങ്ങനെയാണ് KSEB വിശദീകരിക്കുക? എപ്പോഴും നിയന്ത്രണം വേണമെന്ന് ഈ ചൂടിൽ സഹിക്കുന്ന ജനത്തോട് ആവശ്യപ്പെടുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം കൂടിയുണ്ട്. ഇതിനകത്ത് ഓൾറെഡി മിനിസ്റ്റർ ചില കാര്യങ്ങൾ ഇവിടെ പറയുണ്ടായി. നമ്മൾ കാണേണ്ട കാര്യം, കഴിഞ്ഞ വർഷം ഈ സമയത്തുണ്ടായിരുന്ന നമ്മുടെ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം പീക്ക് ലോഡിൽ വരുന്നത് 5450, 5500 മെഗാവാട്ടായിരുന്നു എങ്കിൽ ഇപ്പം ഇത് 6200 കടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 700-750 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗത്തിൻ്റെ വർധനവാണ് കഴിഞ്ഞൊരു വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു 3%, 4% വർധനവ് എല്ലാ കൊല്ലവും ഉണ്ടാവും. ഇത് നോർമലാണ്. പക്ഷേ മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ 15% വർധനവാണ് ഈ വർഷം വൈദ്യുതി ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പലതരം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒന്ന്, ഒരു ഹീറ്റ് വേവ് ഇപ്പോൾ ഉണ്ട്, വലിയ രൂപത്തിൽ ചൂട് കൂട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ AC അടക്കമുള്ള ഉപകരണങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇൻഡക്ഷൻ കുക്കർ അടക്കമുള്ള, ഇപ്പം നമുക്ക് കടകളൊന്നും ഇൻഡക്ഷൻ കുക്കർ കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ഉപഭോഗം കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത, ആസൂത്രണം ചെയ്ത് വെക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയൊരു ഉപഭോഗ വർധന ഉണ്ടായി. ആ ഉപഭോഗ വർധനവിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യമായ എല്ലാ മാർഗങ്ങളും KSEB സ്വീകരിക്കുകയും ചെയ്യുന്നു. ഏകദേശം 350-400 മെഗാവാട്ടോളം വൈദ്യുതി ഓവർ ഡ്രോയിൽ നടത്തിയിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയെ KSEB നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രതിസന്ധിയെ നേരിടുമ്പോഴും നിലവിലുള്ള നാഷണൽ ഗ്രിഡിൽ ഫ്രീക്വൻസി കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന വൈദ്യുതി തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. 49.6 താഴേക്ക് ഫ്രീക്വൻസി പോയാൽ അത് ഫ്രീക്വൻസി കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, നാഷണൽ ഗ്രിഡിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഫ്രീക്വൻസി അതിൽ താഴേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസിയുടെ ഭാഗമായി, അതായത് ലോഡ് മൊത്തത്തിൽ കൂടുന്നത്, കേരളത്തിൽ മാത്രം കൂടുന്നതല്ല, ലോഡ് മൊത്തത്തിൽ കൂടുന്നതിൻ്റെ ഭാഗമായി ഫ്രീക്വൻസി ട്രിപ്പിംഗ് നടക്കുന്നു എന്നത് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അല്ലാതെ നമ്മുടെ വൈദ്യുതി ആസൂത്രണത്തിൽ വന്ന പ്രശ്നങ്ങളൊന്നുമല്ല. അതായത് നമ്മൾ ഏറെക്കുറെ നമ്മുടെ വൈദ്യുതി ആവശ്യകതയിൽ വരുന്ന വർധനവ് കണ്ടുകൊണ്ടുള്ള ഒരു ആസൂത്രണത്തിലേക്ക് KSEB പോയിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി മുൻകാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു വർധന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ദേശീയ ഗ്രിഡിലും ആ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു. വൈദ്യുതി വാങ്ങുന്നതിനും ചില പരിമിതികൾ ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മുടെ ഡേ ഹെഡ് മാർക്കറ്റിൽ നമ്മൾ വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അവിടെ കിട്ടാനില്ലാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ ടേം ഹെഡ് മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ KSEB പോയിട്ടുള്ളത്. ടേം ഹെഡ് മാർക്കറ്റിൽ ഇപ്പോൾ വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചാൽ അവിടെ വൈദ്യുതി കിട്ടിക്കൊള്ളും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയുടെ ഭാഗമായി ലോഡ് ഷെഡിങ്ങിലേക്കോ പവർ കട്ടിലേക്കോ ഒപ്പം നിലവിൽ പോകേണ്ട സാഹചര്യം വന്നിട്ടില്ലെങ്കിൽ പോലും അത് വരാൻ സാധ്യതയുള്ള അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻസി ട്രിപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ നിലയിൽ ചില പ്രയാസങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നത്തിനകത്ത് ജനങ്ങളോട് സഹകരണമാണ് KSEB ചോദിച്ചിട്ടുള്ളത്. വൈകുന്നേര സമയങ്ങളിൽ ഈ പീക്ക് ലോഡ് സമയത്ത് അവരുടെ ഉപഭോഗത്തിൽ അനാവശ്യമായ, അത്ര അത്യാവശ്യമല്ലാത്ത ഉപഭോഗം അവർ കുറയ്ക്കാൻ തയ്യാറായാൽ, ഇപ്പം നിങ്ങൾ മോട്ടോറുകൾ അല്ലെങ്കിൽ അയൺ ബോക്സുകൾ തുടങ്ങി, ഇപ്പം നിങ്ങൾക്ക് സാധാരണഗതിയിൽ AC അല്ലെങ്കിൽ മറ്റ് ലൈറ്റ് ലോഡുകൾ ആവശ്യമുള്ളതാണ്, അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്ത ചില ലോഡുകളും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ലോഡുകളിൽ ഒരു കുറവ് വരുത്താൻ തയ്യാറായാൽ, ഒരു 100-200 മെഗാവാട്ടെങ്കിലും കുറയ്ക്കാൻ നമുക്ക് പറ്റിയാൽ ഈ പ്രതിസന്ധിയെ യാതൊരു പ്രശ്നവുമില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയും. പ്രശ്നത്തിൽ അത് നല്ലൊരു നിർദ്ദേശം തന്നെയാണ്. പക്ഷേ ഡോക്ടർ എം.ജി. സുരേഷ് കുമാർ, ഇപ്പോൾ നടക്കുന്നത് ഈ ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് ആണ് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാനാകും? അങ്ങ് തന്നെ പറയുന്നു വേണ്ടി വരും, പവർ കട്ട് വേണ്ടി വരും. യഥാർത്ഥത്തിൽ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്, പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, ഇതുവരെ പവർ കട്ടില്ലാത്തൊരു തലമുറയുണ്ടല്ലോ ഇവിടെ എന്ന് ആവർത്തിച്ച് സർക്കാർ പറഞ്ഞ ആ തെരഞ്ഞെടുപ്പ് കാലത്തെ ആ പ്രചാരണം കാരണമല്ലേ അത് പറയാൻ പറ്റാത്തത്? നടപ്പായി കഴിഞ്ഞു എന്നുള്ളല്ലേ യാഥാർത്ഥ്യം? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എല്ലാ ദിവസവും രാത്രി ഏകദേശം ഒരേ സമയം ഈ 20 മിനിറ്റോളം കറണ്ട് പോകുന്നത്? ആ സമയം കൃത്യമായി അങ്ങോട്ട് ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് സംഭവിക്കുകയാണോ? അതായത്
അതായത് നമ്മുടെ ലോഡിൻ്റെ അകത്ത് വരുന്ന ഈ വർധനവിനൊരു പാറ്റേൺ ഇപ്പം ഉണ്ടായി വന്നിട്ടുണ്ട്. ആ പാറ്റേണിൻ്റെ പ്രശ്നമാണ്. ഏകദേശം 6:30 മണി 7 മണി സമയത്താണ് നമ്മുടെ ലോഡ് വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നത്. ഇത് നമ്മുടെയൊക്കെ തന്നെ ജീവിതശൈലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ രൂപത്തിലുള്ള വർധനവുണ്ടാകുന്ന ആ പാറ്റേൺ അനുസൃതമായി തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിനകത്തും ട്രിപ്പിങ്ങും കാര്യങ്ങളും വരുന്നത് കൊണ്ട് ഏറെക്കുറെ സമയത്തിൻ്റെ കാര്യത്തിനകത്ത് വലിയ വ്യത്യാസമില്ലാതെ വരുന്നു എന്നതുകൊണ്ടാണ് ഇത് ഒരു എന്താ പറയുക ആസൂത്രിതമായി പ്രഖ്യാപിക്കപ്പെടാത്ത ലോഡ് ഷെഡിംഗ് ആണ് എന്ന രൂപത്തിൽ അനിൽ ബോസ് അടക്കമുള്ളവർ പറയുന്നത്. തീർച്ചയായും അനിൽ ബോസ് പറഞ്ഞ ഒരു നിർദ്ദേശത്തോടെ ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. ലോഡ് ഷെഡിംഗ് നടത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ലോഡ് ഷെഡിംഗ് നടത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ലോഡ് ഷെഡിംഗ് 1/2 മണിക്കൂർ വേണ്ടി വരും, അല്ലെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരും, അല്ലെങ്കിൽ 20 മിനിറ്റ് വേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ച് ചെയ്യണമെന്ന് തന്നെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ. ലോഡ് ഷെഡിംഗ് ഒരു സർക്കാരിന്റെ വീഴ്ച കൊണ്ട് നടപ്പാക്കുന്ന കാര്യമല്ല എന്നതിന്റെ കൂടി തെളിവാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം അല്ലേ? ലോഡ് ഷെഡിംഗ് വേണ്ടി വരുന്ന എപ്പോഴാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ അതില്ലാത്ത ഈ 10 വർഷം എന്ന് പറയുന്ന അവകാശവാദം അത് ശരിയായ സമീപനമല്ല എന്ന് കൂടിയല്ലേ അങ്ങയുടെ വാചകളിൽ നീ മനസ്സിലാക്കേണ്ടത്? അല്ല 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 അതിനകത്തൊരു പ്രശ്നമുണ്ട്. 2011 ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ലോഡ് ഷെഡിങ് നടത്തുകയാണ്. അങ്ങനെ ലോഡ് ഷെഡിങ് നടത്തേണ്ടി വന്നത് ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. താൽക്കാലികമായി പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു പ്രതിസന്ധിയുടെ ഭാഗമായി ഏതെങ്കിലും സമയത്ത് കുറച്ച് വൈദ്യുതി ഇല്ലാതാകുന്നതല്ല. ഒരു നയത്തിൻ്റെ ഭാഗമായി 2012 ഓഗസ്റ്റ് മാസം, 2011 മെയ്യിൽ 11 ഓഗസ്റ്റ് മാസം, അതായത് 2011 മെയ്യിൽ ഗവൺമെന്റ് മാറിയതിനു ശേഷം 2011 ഓഗസ്റ്റ് മാസത്തിൽ, അതായത് നല്ല മഴക്കാലത്താണ് നമ്മൾ വീണ്ടും ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ തുടരുകയും 2016 വരെ ഏറെക്കുറെ സ്ഥിരമായി തന്നെ ഈ ലോഡ് ഷെഡിങ് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സമീപനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ പീരീഡിൽ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പീരീഡിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രശ്നം. അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു വേനൽക്കാലത്ത് പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായി കുറച്ചു സമയം പവർ ഇല്ലാതെ വരുന്നു എന്നതല്ല ശരി ഈ പറയുന്ന ലോഡ് ഷെഡിങ് നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, താൽച്ചറിലെ ഒരു താപനിലയം പെട്ടെന്ന് ഇല്ലാതായി. ഇപ്പോൾ നമുക്ക് ഇടുക്കി വൈദ്യുതി നിലയത്തിൽ 2 മെഷീൻ ഇടക്കാലത്ത് കേടാവുകയും അതിന് റിപ്പയറിങ്ങിന് വേണ്ടി 2-3 ദിവസത്തേക്ക് നിർത്തിവെക്കേണ്ടിയും വരികയും ചെയ്തു. അത്തരം സമയങ്ങളിൽ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് 2-3 ദിവസത്തേക്ക് വൈദ്യുതി നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2017 നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ 1-2 ദിവസത്തേക്ക് താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ ഒരു വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകേണ്ട. കാരണം വെച്ചാൽ നമ്മൾ ഈ യന്ത്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, ഈ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയൊക്കെ എപ്പോൾ വേണമെങ്കിലും ഈ യന്ത്രങ്ങൾ കേടാവാം, എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് വൈദ്യുതി ഓഫാക്കി വെച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്താൻ പറ്റും. ഇതൊക്കെ ലോഡ് ഷെഡിംഗ് ആണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു നയത്തിന്റെ ഭാഗമായി വൈദ്യുതി വാങ്ങി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് പകരം നമുക്ക് തൽക്കാലം 1/2 മണിക്കൂർ ഓഫാക്കി ഇടുന്നതാണ് ഈ സംവിധാനത്തിന് മെച്ചം എന്ന രൂപത്തിൽ തീരുമാനമെടുക്കുന്നത് ആണ് ലോഡ് ഷെഡിംഗ്. ഉമ്മൻചാണ്ടി സർക്കാർ അവസാന കാലത്ത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഉണ്ടാക്കുകയും ആ കരാർ പിണറായി സർക്കാർ വന്നപ്പോൾ അത് റദ്ദാക്കുകയും ചെയ്തെന്നൊരു ആരോപണവും തിരിച്ചു പറയുന്നുണ്ട്. അത് ശ്രീ ബോസ് അതും നമുക്ക് ചർച്ച ചെയ്യാം. അതിലേക്ക് ആ കാര്യം കൂടി വിശദീകരിച്ച് പോകേണ്ടതുണ്ടോ? ഞാൻ വരാം, അടുത്ത ഘട്ടത്തിൽ വരാം. ശരി, ഞാൻ ശ്രീ ജയകുമാർ സിയിലേക്ക് പോകുന്നു. തണൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ശ്രീ ജയകുമാർ സി, ഇപ്പോൾ അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന അസാധാരണമായ ചൂട്, അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നതിനെ ഇനി എത്രത്തോളം വിശദീകരിക്കാൻ കഴിയും? കാരണം എല്ലാ വർഷവും ഓരോ തരത്തിൽ അസാധാരണമായ സാഹചര്യം നമ്മൾ നേരിടുന്നുണ്ട്. ഒന്നുകിൽ ശക്തമായ മഴയായിരിക്കാം, പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, ഇപ്പോൾ കനത്ത ചൂടാണ്. അപ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കാത്ത കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ. സ്മൃതി ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഒരു കാര്യം, ഈ അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗത്തിന് വർധനവുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഘടകം വന്നുകൊണ്ടിട്ടുണ്ട്. അത് ഇപ്പൊ ഈ കാലത്ത് മാത്രം ഉണ്ടായതാ. മറ്റത് എല്ലാ കാലത്തും വർധന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന്റെ സ്വഭാവത്തെ കുറിച്ചല്ല മാത്രം ചർച്ച ചെയ്താൽ പോരാ. അതാണ് ശരി. Debate with Smriti Parithikar.